ചെക്കനെയും പെണ്ണിനെയും കണ്ട് ഗിഫ്റ്റും കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അതുവരെ എല്ലാം നോർമലായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഡൈനിങ് ഹാളിന്റെ ഫ്രണ്ടിൽ ചെന്ന സമയത്ത് ഒരു പൂരത്തിന്റെ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ സദ്യ പോലായിരുന്നു കേട്ടോ ഇവിടെ റിസപ്ഷൻ സെറ്റപ്പ് ഉണ്ടായിരുന്നത്. ഇലയിലാണ് ഫുഡ് കൊടുക്കുന്നത്. ഒരു റോയിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇല മാറ്റി നമുക്ക് പുതിയ ഇല എടുത്തുള്ളൂ. 1/4 മണിക്കൂറത്തെ കാത്തിരിപ്പിനും കാത്തു നിൽപ്പിനും ശേഷം ഞങ്ങൾക്ക് അവസാനം സീറ്റ് കിട്ടിയിട്ടോ. ഇരുന്ന ഉടനെ എല്ലാം ഫുഡെല്ലാം കഴിച്ച് തീർത്തോ നിങ്ങൾ വിചാരിക്കരുത്. ഇതൊക്കെ മുമ്പേ കഴിച്ചിട്ട് പോയ ആൾക്കാരുടെ ഇലകളാണ് കേട്ടോ. ഇതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് പുതിയ ഇല കിട്ടാനായിട്ട്. ഇത്ര ആക്രാന്തമാണ് നിങ്ങൾക്കെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതായിരുന്നു അവിടുത്തെ അവസ്ഥ. കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പുറകെ വന്ന ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ എഴുന്നേക്കുന്നത് സീറ്റ് പിടിക്കാൻ. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഫുഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു നല്ല വെജ് സൂപ്പായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അതിനുശേഷം ഉപ്പ് വെച്ചു, അച്ചാറ്, പിന്നെ അതിനുശേഷം ഉഴുന്നിന്റെ ഒരു സംഭവം, പിന്നെ ഒരു കടലക്കറി, സേമിയ പായസം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ആദ്യം തന്നെ സേമിയ പായസം തരും കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് മൈസൂർ പാക്കായിരുന്നു. അതിനുശേഷം വന്നത് പപ്പടം, കൂടെ തന്നെ നല്ല മസാല ദോശ വിത്ത് ചട്നി. ദോശ കഴിച്ച് തീർന്നപ്പോഴത്തേക്ക് റോട്ടി വന്നു. കൂടെ തന്നെ മഷ്റൂം കറിയും പനീർ കറിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ പുലാവ് വന്നിട്ടുണ്ടായിരുന്നു. പുലാവിന്റെ കൂടെ കഴിക്കാനായിട്ട് സാലഡ് വന്നു. അതിന്റെ കൂടെ നമ്മുടെ ഫ്രൂട്ട് സാലഡും, അതിന്റെ കൂടെ തന്നെ റസ്മലായി ഉണ്ടായിരുന്നു. പിന്നെ വൈറ്റ് റൈസും, അതിന്റെ കൂടെ തന്നെ രസവും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കഴിച്ച് എന്റെ പൊന്നോ സൂപ്പർ ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ സീറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന അടുത്തതിന്റെ പ്രശ്നമെല്ലാം നമ്മുടെ ഫുഡ് കഴിച്ചതോടുകൂടി തീർന്നു കേട്ടോ. സമയം ഏതാണ്ട് 10:45. ബാംഗ്ലൂരിലെ തിരക്കിന് ഒരു കുറവുമില്ല. അപ്പൊ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോയിട്ട് നല്ലൊരു